അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആപ്പിൾ വാച്ച് സീരീസ് 7 45mm ഒരു ഷോർട്ട് റിവ്യൂ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം അൺബോക്സിങ് ഞാൻ ഷോർട്സ് ആയിട്ട് എല്ലാം അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുള്ള് വാച്ച് ചെയ്യാൻ പറ്റും. ഐ ബട്ടണിലൊക്കെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വാച്ചിന്റെ എല്ലാം ഈ കംഫോർട്ടും കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാം, ഇതിന്റെയൊക്കെ ബിൽഡ് ക്വാളിറ്റിയും ഓവറോൾ ഇതൊക്കെ. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ വാച്ചിൻ്റെ ഇവിടെ സൈഡിൽ ഉള്ളത് അലുമിനിയം ഫ്രെയിം ഒക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം ബാക്കിലും പിന്നെ ഫ്രണ്ടിലും നിങ്ങൾക്ക് ഗ്ലാസ് ബാക്കും ഇതൊക്കെയാണ്. അപ്പോൾ ഈ വാച്ചിന്റെ എല്ലാം മടിയിൽ നിങ്ങൾക്ക് ഈ ഹാർട്ട് റേറ്റ് മോണിറ്ററും അതും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 2 സ്ട്രാപ്പ് ഉണ്ടായിരുന്നു ഈ വാച്ചിന്റെ ബോക്സിനകത്ത്. അപ്പോൾ ഒന്ന് നീളം കൂടിയ ഒരു സ്ട്രാപ്പ് ആയിരുന്നു, ഒന്ന് നീളം കുറഞ്ഞ ഒരു സ്ട്രാപ്പ് ആയിരുന്നു. അപ്പോൾ 2 എണ്ണം വരുന്നുണ്ട് ബോക്സിനകത്ത്. അപ്പോൾ നല്ല കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല സ്ട്രാപ്പൊക്കെ ആയിരുന്നു ബോക്സിനകത്ത് വന്നത്. അപ്പോൾ നിങ്ങൾ ഈ വാച്ചിന്റെ വെയിറ്റ് നോക്കുക, അധികം വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ വാച്ച് നിങ്ങൾ കയ്യിൽ ഇടുമ്പോൾ അറിയാനൊക്കെ പറ്റും വാച്ച് കയ്യിലുണ്ട്. സ്മാർട്ട് ബാൻഡ് പോലത്തെ ഒന്നുമല്ല, പക്ഷേ സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ കയ്യിലെല്ലാം ഇടുവാണെങ്കിൽ നിങ്ങൾ അറിയാനൊക്കെ പറ്റും വാച്ച് കയ്യിൽ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ അതും കൂടാതെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നോക്കുവാണെങ്കിൽ വേറെ ഏതെങ്കിലും വാച്ച് വെച്ച് നോക്കുമ്പം ഇതിനകത്ത് നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. 20,000 രൂപയുടെ മുകളിലുള്ള ഫോൺസിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇതുപോലത്തെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട്. അതും കൂടാതെ ഇതിനകത്ത് നിങ്ങൾക്ക് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, IP6Xന്റെ ഡസ്റ്റ് റെസിസ്റ്റൻസും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിലയെല്ലാം കൊടുത്തൊരു വാച്ചൊക്കെ മേടിക്കുമ്പോൾ ആ ഒരു പ്രീമിയംനെസ് ഒക്കെ ഉണ്ട് ഈ വാച്ചിന്. അപ്പൊ അതും കൂടാതെ നിങ്ങൾ ഡിസ്പ്ലേ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ വാച്ചിന്റെ ഏകദേശം മിഡ് റേഞ്ച് ഫോൺസിനെക്കാളിലൊക്കെ നല്ല സ്ക്രീൻ ആണെന്ന് തോന്നുന്നു ഇതിനകത്തൊക്കെ ഉള്ളത്. അതും കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ വാച്ചിന്റെ, അതാണ് ഇതിന്റെയൊക്കെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. പിന്നെ നിങ്ങൾ സ്ക്രീൻ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് OLED സ്ക്രീനൊക്കെയാണ് ഉള്ളത്. പിന്നെ അതും കൂടാതെ ആപ്പിൾ വാച്ച് സീരീസ് 6നേക്കാളും ബെറ്റർ സ്ക്രീനും കൂടെയാണ്, പിന്നെ ബ്രൈറ്റർ സ്ക്രീനും കൂടെയാണ്. അപ്പോൾ ഇതിന് 1000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട് ഈ വാച്ചിന്. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടാതെ നിങ്ങൾക്ക് ഏകദേശം ലോകത്തിലെ എല്ലാ സെൻസേഴ്സ് ഒക്കെ ഉണ്ട് ഈ വാച്ച്. ഫോർ എക്സാമ്പിൾ ആക്സിലറോമീറ്റർ, പാസ്, GPS, പിന്നെ നിങ്ങൾക്ക് എന്താ വൈഫൈയുടെ ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, പല ഇതൊക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, ആംബിയന്റ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ഈ വാച്ചിനകത്ത്. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ തന്നെ മിക്ക ഫീച്ചറുകളൊക്കെ ഉണ്ട് ഈ വാച്ചിനകത്ത്. ECGയുടെ വരെ ഫീച്ചറൊക്കെ ഉണ്ട്, ഹാർട്ട് റേറ്റ് എടുക്കാം, ECG നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ പല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഈ വാച്ചിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പം ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാച്ചിലോട്ട് എല്ലാം പോകാനൊക്കെ പറ്റും. അഥവാ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹാർട്ട് ബീറ്റോ അങ്ങനെ എന്തെങ്കിലും ഫെയിൽ ആകുമോ, നിങ്ങൾ എങ്ങാനും ഇപ്പം താഴെ വീണെന്ന് വെച്ചോ, അപ്പോൾ അത് ഫോൾ ഡിറ്റക്ഷനിലോട്ട് പോകും. പിന്നെ അത് എമർജൻസി നമ്പറിലോട്ട് ഈ വാച്ച് തന്നെ ഡയൽ ചെയ്തോളൂ. അപ്പോൾ ഇതുപോലത്തെ എല്ലാം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഈ വാച്ചിനകത്ത്, SOS അതുകൊണ്ടൊക്കെ. അപ്പോൾ ഇതൊന്നും വേറെ ഒരു വാച്ചിനകത്തോ വേറെ നിങ്ങൾക്ക് എവിടെ ഫോണിനകത്തോ എങ്ങും തന്നെ ഇല്ല ഇതുപോലത്തെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഈ വാച്ചിനകത്ത്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇപ്പം ഹാർട്ട് റേറ്റും എല്ലാം ഇപ്പം കുറയുവാണെങ്കിലോ അങ്ങനെ ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ വാച്ച് നിങ്ങൾക്കെല്ലാം നോട്ടിഫൈ എല്ലാം ചെയ്തോളൂ. അപ്പോൾ ഇത് ഒരു നല്ല ഒരു വാച്ചൊക്കെ ആയിരിക്കും. അതും കൂടാതെ നിങ്ങൾ ഈ വാച്ച് സീരീസ് 6 വെച്ച് നോക്കാം. അപ്പം ഇതിന്റെ മെയിൻ ഉള്ളത് ഇതിന്റെയൊക്കെ സ്ക്രീൻ സൈസിനകത്തൊക്കെയാണ്. പിന്നെ ഇതിന്റെയൊക്കെ ഈ പുതിയ എല്ലാം പ്രോസസ്സറിനകത്താണ്. അപ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 7 നിങ്ങൾക്ക് S7 പ്രോസസ്സറാണ് ഉള്ളത് ഈ വാച്ചിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഒക്കെയാണുള്ളത്. എനിക്ക് തോന്നുന്നു iPhone 4 സീരീസും 5 സീരീസിനേക്കാളും എനിക്ക് തോന്നുന്നത് നല്ലൊരു ചിപ്സെറ്റ് ആണെന്ന് തോന്നുന്നു ആപ്പിൾ വാച്ച് സീരീസ് 7 യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറെ ടൈപ്പാണ്, ഇത് വേറെ ടൈപ്പാണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ചുകൂടെ ഫാസ്റ്റ്. പിന്നെ അതും കൂടാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ എല്ലാം റെസ്പോൺസീവ് ഒക്കെ തന്നെയാണ്. 90 Hz അതും ഇതൊന്നും ഇല്ല, പക്ഷെ 60 Hz ആയാലും നല്ല ഒരു സ്മൂത്ത് സ്ക്രീൻ ഒക്കെയാണ്. അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ GPUയുടെ പേരാണെങ്കിൽ പവർ VR എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, സ്നേക്ക് ഗെയിമും അതും ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറും ഇതൊക്കെ ഉണ്ട്. പിന്നെ സിറിയുടെ ഒക്കെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്, സിറി ഇതിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫോൺ നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം വെളിയിലോട്ട് വല്ലതും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എയർപോർട്സ് ഉണ്ട്, ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാൻ പറ്റും, സിറി ഉണ്ട്. ഏകദേശം ഒരു ഫോണിനകത്ത് ചെയ്യാൻ പറ്റുന്ന 80% ഈ വാച്ചിനകത്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ മെയിനാണ് ഇതിൻ്റെയൊക്കെ ബാറ്ററി ലൈഫ്. നിങ്ങളിപ്പോൾ ഹെവി ആയിട്ട് ഇങ്ങനെ വാച്ച് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ വാച്ചിന്റെ ബാറ്ററിയും വേഗം പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ആപ്പിൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് 18 ഹവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ട് ഈ വാച്ചിനകത്ത്. അതും കൂടാതെ പ്രാവശ്യത്തെ ചാർജർ അല്ലേ അതിന്റെ എല്ലാം എന്താ മെയിൻ കണക്ടർ Type-Cയിലൊക്കെയാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ വാച്ചസിനകത്ത് നോക്കുവാണെങ്കിൽ അത് Type-A to പിന്നെ അവരുടെ ഡോക്കും ഇതിനകത്തൊക്കെയാണ്. പക്ഷെ ഇപ്രാവശ്യം ഇത് Type-C to അവരുടെ ഡോക്ക് ചാർജർ, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ എനിക്ക് ഈ പേരുകളിനകത്തൊന്നും വലിയ
അറിവൊന്നുമില്ല. പക്ഷെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ടൈപ്പ് സിയുടെ ഇതാണ് വരുന്നത് എൻഡിനകത്ത്. അപ്പോൾ ഇതുപോലത്തെ എല്ലാം സംഭവങ്ങളുണ്ട് ആപ്പിൾ വാച്ച് സീരീസ് 7-നകത്ത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് IP6Xന്റെ. പിന്നെ 50 മീറ്ററിന്റെ വാട്ടർ റെസിസ്റ്റന്റ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ വാച്ചിനകത്ത്. അപ്പോൾ നിങ്ങൾ ഇപ്പം മഴയത്താണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളത്തിൽ പോയെങ്കിലും വെച്ചു ഈ വാച്ചൊക്കെ സേഫ് തന്നെയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈബ്രേഷൻ ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാച്ച് ഇപ്പോൾ വെള്ളത്തിൽ പോയെങ്കിൽ നിങ്ങൾക്ക് വൈബ്രേഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ ആ വാച്ചിന്റെ അകത്ത് ഉള്ള വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ സ്പീക്കറിന്റെ എല്ലാം അകത്തുള്ള വെള്ളമൊക്കെ അതൊക്കെ സുഖമായിട്ട് പോയിക്കോളും. അപ്പൊ ഇതുപോലത്തെ എല്ലാം ഓപ്ഷൻസ് ഉണ്ട് ഈ വാച്ചിനകത്ത്. അപ്പൊ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എന്താ ഞാനൊരു സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യുന്ന പോലെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് WatchOS 8 ആണ് ഉള്ളത്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് വർഷങ്ങളോടൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. WatchOSന്റെ ഒക്കെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ അതോർത്തൊന്നും പേടിക്കേണ്ട. ഇനി വരാൻ 4-5 വർഷത്തേക്കൊന്നും പേടിക്കേണ്ടെന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് WatchOS 8 ആണെന്ന് തോന്നുന്നു, 8.3 അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ OSും. പിന്നെ നിങ്ങൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇത് സ്മാർട്ട് ഫോണിനെ അധികം ഒന്നും റീപ്ലേസ് ആകാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ സ്മാർട്ട് ഫോണിന് ചെയ്യാൻ പറ്റുന്നത് 80% ഒക്കെ ഈ വാച്ചിനൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടാതെ തന്നെ നിങ്ങൾ QWERTY കീപാഡ് ഒക്കെ ഉണ്ട് ഈ വാച്ചിനകത്ത്. അപ്പോൾ ഇവർ ഇപ്രാവശ്യം എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് QWERTY കീപാഡിന്റെ ഓപ്ഷൻസും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് എല്ലാം തന്നെ അയക്കാനൊക്കെ പറ്റുന്നുണ്ട് ഈ വാച്ചിനകത്ത്. അപ്പോൾ പല ഇതൊക്കെ ഉണ്ട്, ഓപ്ഷൻസും ഇതൊക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബ് മ്യൂസിക് ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്, ഇതുപോലത്തെ എല്ലാ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സീരീസ് 6-നകത്തൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ എന്റെ കയ്യിൽ ഉള്ള ഈ വാച്ച് ആപ്പിൾ വാച്ച് സീരീസ് 7 45mm ആണ്. ഇതിന്റെ പ്രൈസിങ് ഏകദേശം ഒരു 30,000 രൂപയൊക്കെ ആയിട്ടുണ്ട്. അവിടെയാണ് ഇതിന്റെയൊക്കെ പ്രൈസിങ്. ഓഫറിന് എല്ലാം മേടിച്ചാണ് ഈ വാച്ച്. അപ്പൊ ഇതൊക്കെയാണ് ഈ വാച്ചിന്റെ ഒക്കെ ഏകദേശം എല്ലാം കാര്യങ്ങളും. ഓവറോൾ ഒരു പ്രീമിയം വാച്ചൊക്കെയാണ് ഇവരുടേത്. അപ്പോൾ ബാറ്ററി ലൈഫ് വെച്ച് നോക്കുവാണെങ്കിൽ വേറെ വാച്ചസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താണ് ഇതിൻ്റെയൊക്കെ ബാറ്ററി പോകുന്നത് വേറെ ഏതെങ്കിലും വാച്ചസ് വെച്ച് നോക്കുമ്പം. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ റിവ്യൂ ഒക്കെ. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഒരു വാച്ചൊക്കെ റിവ്യൂ ചെയ്യുന്നത്. അധികം ഒന്നും എനിക്ക് അറിയത്തൊന്നുമില്ല ഏതൊക്കെ ഭാഗങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആപ്പിൾ വാച്ച് സീരീസ് 7-നെ പറ്റി? അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.